അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പ് കാലത്തിലെ 4-ാം ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നാഗ്രഹിച്ച് പിതാവായ ദൈവം പാപം നിറഞ്ഞ ഈ ലോകത്തെ രക്ഷിക്കാനായി തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ തങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്നും പിന്തിരിയാതെ ഹൃദയത്തെ കൂടുതൽ കഠിനമാക്കിക്കൊണ്ട് രക്ഷയുടെ മാർഗത്തെ മനുഷ്യർ അവഗണിച്ചു. അനുതപിക്കുന്ന ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരത്തെ നിഷേധിക്കുന്ന ഒരു ജനതയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലാപമാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്ന സന്ദേശം. എന്നാൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിനെ ദൈവം മൂലക്കല്ലായി ഉയർത്തി തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ടു. ആകാശത്തിനു കീഴിലുള്ള സകല ജനതകൾക്കും യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി അഭിഷേകം ചെയ്തുകൊണ്ട് മറ്റാരിലും രക്ഷയില്ല എന്ന് ദൈവം പ്രഖ്യാപിച്ചു. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവിൽ എത്തിച്ചേരുന്നില്ല. ക്രിസ്തുവിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പറയുന്നു, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ് യേശു മനുഷ്യാവതാരം ചെയ്തത്. പാപത്തിൻ്റെ അന്ധകാരത്തെ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് നീക്കി പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം മനുഷ്യഹൃദയങ്ങളിൽ ചൊരിയുന്നതിനായി ക്രിസ്തു തൻ്റെ സുവിശേഷം ലോകത്തിനു നൽകി. അവിടുന്ന് മരണത്തെ ഇല്ലാതാക്കിയതും ജീവനും അനശ്വരതയും നമുക്ക് വെളിപ്പെടുത്തിയതും തൻ്റെ സുവിശേഷത്തിലൂടെയാണ്. ഈ സുവിശേഷം സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള വരമാണ് ദൈവം നൽകുന്നത്. പാപത്തെയും മരണത്തെയും കാൽ കീഴിൽ അമർത്തുന്ന ദൈവിക ശക്തിയാണ് സുവിശേഷം. സുവിശേഷം ആത്മാവും ജീവനുമാണ്. സുവിശേഷം ജീവൻ്റെ സമൃദ്ധിയാണ്. അത് നിത്യജീവൻ്റെ അനർഗളമായ പ്രവാഹമാണ്. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. സഹോദരരെ, രക്ഷയുടെ ഈ മാർഗത്തെ അവഗണിക്കുന്നവരെല്ലാം ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ പ്രിയ സഹോദരരെ, ദൈവം ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. നമുക്ക് അവിടുത്തെ സ്വരം ശ്രവിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാം. അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാം. ഓരോ പാപിയുടെയും മാനസാന്തരത്തിലാണ് സ്വർഗം സന്തോഷിക്കുന്നത്. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.